ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +2 തുല്യതാ ക്ലാസ്സിൻ്റെ മലയാള പാഠമായ ഗാന്ധാരി വിലാപം. അതിൻ്റെ പാഠഭാഗം വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുക. പുസ്തകം നിവർത്തി വെച്ചിട്ട് വേണം അത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. പിന്നെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ന് പറയാനുണ്ട്. അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽക്ക് അവസാനം വരെ നിങ്ങൾ കേൾക്കുക. പ്രധാന കാര്യം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആണ്. ഇത് പരീക്ഷയ്ക്ക് വരുന്ന പ്രധാന പാഠഭാഗങ്ങളിൽ ഒരു പാഠമാണ് ഗാന്ധാരി വിലാപം. ഏകദേശം 18ഓളം മാർക്ക്, 18 മാർക്സ് ഇതിന്ന് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വിശദമായിട്ടും ശ്രദ്ധയോടെയൊക്കെ പഠിക്കേണ്ട ഒരു പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വരികൾ വിശദീകരിക്കുന്നത് കേൾക്കാം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കണ്ടീലയോ നീ മുകുന്ദ ധരണിയിൽ ഉണ്ടായ മന്നരിൽ മുമ്പൻ ഭഗദത്തൻ തൻ കരിവീരനരികെ ധനുസുമായി സംക്രന്ദനാത്മജനേത ശരത്തിനാൽ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ. അർജുനനേത അമ്പേറ്റ് തൻ്റെ കരിവീരന് സമീപം വില്ലുമായി ഭൂമിയിൽ ചോര പുരണ്ട് കിടക്കുകയാണ്. ഭൂമിയിലെ രാജാക്കന്മാരിൽ മുമ്പനാണ് ഭഗദത്തൻ. നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ. വിശിഷ്ടമായ മരതകക്കല്ലിന് തുല്യമായ, മരതകക്കല്ല് നവരത്നങ്ങളിൽ ഒന്നാണ്, അതിന് തുല്യമായ മനോഹാരിതയുള്ള മംഗളസ്വരൂപനായ അഭിമന്യുകുമാരൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടാണ് ഗാന്ധാരി ഇപ്രകാരം പറഞ്ഞ് വിലപിക്കുന്നത്. അത് എന്താണ്? രക്തത്തിൽ ചോരയിൽ ആണ്ട് കിടക്കുന്ന ആ സുന്ദരനായ, അധികം പ്രായമില്ല, ചെറുപ്രായത്തിൽ തന്നെയാണ് അഭിമന്യു കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കല്യാണരൂപൻ, മംഗളരൂപിയായ മരതകക്കല്ലിനോടൊത്ത ആ അഭിമന്യുവിൻ്റെ കിടപ്പ് കണ്ടിട്ട് ഗാന്ധാരിക്ക് സഹിക്കാനാവുന്നില്ല. ചൊല്ലെഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലഭീ വല്ലഭ നിന്റെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്ക് രസമെടൂ. എന്താണ് ഇതിനർത്ഥം? കീർത്തി കേട്ട അർജുനൻ്റെ പുത്രനും ശ്രീകൃഷ്ണൻ്റെ അനന്തരവനുമായ അഭിമന്യുവിനെ ശ്രീകൃഷ്ണൻ രക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാണ് ഗാന്ധാരി വിലപിക്കുന്നത്. അതായത് ശ്രീകൃഷ്ണൻ്റെ സഹോദരി സുഭദ്ര ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അർജുനന് പത്മവ്യൂഹം ഭേദിക്കുന്നത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ കുരുക്ഷേത്ര ഭൂമിയിൽ സ്വയം സൃഷ്ടിക്കപ്പെട്ട പത്മവ്യൂഹം ഭേദിക്കാൻ സാധിക്കാതെയാണ് അഭിമന്യു മരിക്കുന്നത്. ആയതിനാൽ അഭിമന്യുവിൻ്റെ മരണത്തിന് കാരണവും ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് ഗാന്ധാരി പറയുന്നു. അല്ലെങ്കിലും ആളുകളെ കൊല്ലിക്കുന്നതിലാണല്ലോ കൃഷ്ണ നിനക്ക് രസമെന്ന് ഗാന്ധാരി ആക്ഷേപവും ഉതിർക്കുന്നുണ്ട്. അതായത് പാണ്ഡവർക്കും കൗരവർക്കും ഏറെ പ്രിയപ്പെട്ട മക്കളും ചെറുമക്കളും ഗുരുക്കന്മാരും ബന്ധുക്കളൊക്കെയാണ് യുദ്ധക്കളത്തിൽ വീണുപോയത്. അപ്പോൾ കുരുകുലത്തെ, അതായത് കുരുവംശത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നാണ് ഗാന്ധാരി ഇവിടെ പറയുന്നത്. അല്ലലാകുന്നുതേ കണ്ടതോറും എനിക്കൊല്ലായികിലും പൊളിയല്ലിതു ദൈവമേ മന്ദസ്മിതം പൂണ്ടു സുന്ദരമാ മുഖം ഇന്ദീവരേക്ഷണ കണ്ടാൽ പൊറുക്കുമോ. ഇതെല്ലാം കണ്ടിട്ട് ദുഃഖം അടക്കാനാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഗാന്ധാരി ഹൃദയം നൊന്ത് കരയുകയാണ്. അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയും അമ്മയായ സുഭദ്രയും ഇരുന്ന് കരയുന്നത് കണ്ടിട്ട് ഗാന്ധാരിക്ക് സഹിക്കാനാവുന്നില്ല. ഇവിടെ ശ്രീകൃഷ്ണനെ പല പേരുകളിലാണ് ഗാന്ധാരി സംബോധന ചെയ്യുന്നത്. ഇന്ദീവരേക്ഷണൻ, വല്ലഭീ വല്ലഭൻ, മുകുന്ദൻ, ഇങ്ങനെയൊക്കെ ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കുന്നുണ്ട്. എത്രയും ബാലയായി മേവിനോരുത്തര ചിത്തമുഴന്നലറുന്നതു കാൺക നീ. അഭിമന്യുവിൻ്റെ ഭാര്യയാണ്, ചെറുപ്രായമാണ്. ഉത്തര കിടന്ന് കരയുന്നു, അത് കാണുന്നത് സഹിക്കാനാവുന്നില്ല. സുന്ദരിയായ സുഭദ്രയും അർജുനൻ്റെ പത്നിയാണ്. ഭൂമിയിൽ ക്രന്ഥനം ചെയ്ത് കരഞ്ഞുകൊണ്ട് അല്പം പോലും ഖേദം മനസ്സിലില്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ലൽ പൂണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതിൽ ഇല്ലയോ ഖേദം ചെറുതു നിൻ മാനസേ. ഞങ്ങളുടെ ഈ കരച്ചിൽ കണ്ടിട്ട് എന്താണ്, സുന്ദരിയായ സുഭദ്രയും ഭർത്താവിനെ നഷ്ടപ്പെട്ട
ഉത്തരയും എല്ലാം ഭൂമിയിൽ കിടന്ന്, അല്ലെങ്കിൽ ആ കുരുക്ഷേത്ര ഭൂമിയിൽ കിടന്ന് കരഞ്ഞ് അങ്ങേയറ്റം വിലപിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, ഇത്രയും ഞങ്ങൾ സങ്കടപ്പെട്ട് കരയുമ്പോൾ അല്പം ഖേദമില്ലേ, ഇത് ഇങ്ങനെ ചെയ്തതിൽ അല്പമെങ്കിലും കുറ്റബോധമില്ലേ, മനസ്സിൽ തോന്നുന്നില്ലേ എന്നാണ് ഗാന്ധാരി ചോദിക്കുന്നത്. എന്നിട്ട് എന്താണ് പറയുന്നത്? കല്ലുകൊണ്ടോ മനം താവകമാകില, കല്ലിനും ആർദ്രതയുണ്ടിതു കാണുമ്പോൾ. കല്ലുകൊണ്ടാണോ ഹൃദയം? ഇത് കാണുമ്പോൾ കല്ലിനെ പോലും അലിയിക്കുന്ന കാഴ്ചയാണ്. കല്ലിന് ഇത്ര കട്ടിയില്ല, കല്ല് ഹാർഡാണ്, പക്ഷേ അങ്ങയുടെ ഹൃദയം അതിനേക്കാൾ കാഠിന്യമേറിയതാണ്. ഇത്രയും വിലാപം അല്ലെങ്കിൽ കരച്ചിൽ കൊണ്ട് നിറഞ്ഞ ആ യുദ്ധഭൂമിയിൽ ആരുടെയും മനസ്സലിയിക്കുന്ന, എത്ര കഠിന ഹൃദയനെയും മനസ്സ് പിടിച്ചുലയ്ക്കുന്ന ആ കാഴ്ച കണ്ടിട്ട് എങ്ങനെ നിൽക്കുകയാണ്? നിസ്സംഗനായി നിൽക്കുന്ന ശ്രീകൃഷ്ണനോടാണ് ഗാന്ധാരിയുടെ ഈ ചോദ്യം. കല്ലുകൊണ്ടാണോ മനസ്സ്? നിൻ്റെ ഈ മനസ്സിനേക്കാൾ ആർദ്രത അലിവ് കല്ലിനുണ്ട് എന്നാണ് ഗാന്ധാരി പറയുന്നത്. അല്ലേ ഘടോത്കജനാകിയ ഭീമാത്മജനല്ലോ കിടക്കുന്നത് അങ്ങതിനപ്പുറം. നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലൻ പുരി പുക്കാൻ. കണ്ഠം മുറിഞ്ഞു ജയദ്രഥൻ തന്നുടൽ കണ്ടാലും അർജുനൻ ഏതശരത്തിനാൽ. എൻ മകൾ ദുശ്ശള കേഴുന്നതോർത്തുള്ളിൽ എൻ മനം വെന്തുരുകുന്നു ശിവശിവ. ഇനി എന്താ പറയുന്നത്? പാണ്ഡവരിൽ രണ്ടാമനായ ഭീമൻ്റെ പുത്രനാണ് ഘടോത്കചൻ. ഭീമാത്മജൻ, അതായത് ഭീമൻ്റെ പുത്രൻ. ആത്മജൻ എന്നാൽ പുത്രൻ. ഘടോത്കചൻ എന്നാണ് ഗാന്ധാരി വിശേഷിപ്പിക്കുന്നത്. ഭീമാത്മജൻ ഘടോത്കചൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ്റെ ശരമേറ്റ് മരണപ്പെട്ട് കിടക്കുന്ന ഘടോത്കചനെ നോക്കിക്കൊണ്ട് ഗാന്ധാരി കൃഷ്ണനോട് പറയുന്ന വരികളാണിത്. നീലമല പോലെ വീണ് കിടക്കുന്ന ഘടോത്കചൻ, കഴുത്തറ്റ് കിടക്കുന്ന ജയദ്രഥൻ, അതായത് കൗരവരിൽ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞില്ലേ, ഒരു മകളാണ്, ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. അതിൻ്റെ അരികെ ഇരുന്ന് വിലപിക്കുന്ന ദുശ്ശള. ഈ കാഴ്ചകളെല്ലാം ഗാന്ധാരിയെ തീവ്ര ദുഃഖത്തിലാഴ്ത്തുകയാണ്. ഭർത്താവിനെയും മകനെയും പേരക്കുട്ടിയെയും എല്ലാവരെയും നഷ്ടപ്പെട്ട ആ മാതൃഹൃദയത്തിൻ്റെ തേങ്ങലാണ് ആ യുദ്ധഭൂമിയിൽ അപ്പോൾ അലയടിച്ചുവരുന്നത്. ദ്രോണരെ സംസ്കരിച്ചോരു നിലമത കാണായത് ആരണനായത് അതല്ലയോ. ആരണനായതുകൊണ്ട്, ബ്രാഹ്മണനായതുകൊണ്ട് ഗുരുവായ ദ്രോണാചാര്യരുടെ മൃതദേഹം അവിടെ ഇല്ല. ബാക്കിയുള്ളവരൊക്കെ യുദ്ധഭൂമിയിലുണ്ട്. ബ്രാഹ്മണൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഉടനെ സംസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൗരവരുടെയും പാണ്ഡവരുടെയും ആചാര്യനാണ് ദ്രോണാചാര്യർ. അദ്ദേഹം യുദ്ധഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ആ മൃതശരീരം അവിടെ ഇല്ല. കാരണം എന്താ? അത് സംസ്കാരം കഴിഞ്ഞിരുന്നു. ബ്രാഹ്മണൻ എന്താണ്, മരിച്ചാൽ ഉടനെ സംസ്കരിക്കുക എന്നുള്ളതിൻ്റെ ആചാരപ്രകാരം അതവിടെ കഴിഞ്ഞിരുന്നു. ആരാണ് ദ്രോണാചാര്യരെ വധിച്ചത്? പാഞ്ചാലിയുടെ സഹോദരനായ ദൃഷ്ടദ്യുമ്നനാണ് ഇവരുടെ ഗുരുവായിട്ടുള്ള, കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യരെ വധിക്കുന്നത്. അതായത് തൻ്റെ കയ്യിലുള്ള ആയുധം താഴെ വെച്ചാൽ മാത്രമേ ദ്രോണാചാര്യരെ കീഴ്പ്പെടുത്താൻ പറ്റുകയുള്ളൂ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ദ്രോണാചാര്യരുടെ പുത്രനാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞത് കേട്ടിട്ട്, അശ്വത്ഥാമാവ് ഒരു ആനയാണ്, ആനയുടെ പേരായിരുന്നു. പക്ഷെ അശ്വത്ഥാമാവ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് ദ്രോണാചാര്യർ ആ തേർത്തട്ടിൽ തൻ്റെ ആയുധങ്ങൾ വയ്ക്കുന്ന സമയത്താണ് ദൃഷ്ടദ്യുമ്നൻ അദ്ദേഹത്തെ വധിക്കുന്നത്. അങ്ങനെ ഗുരുഖാദി എന്ന പേരിലാണ് ദൃഷ്ടദ്യുമ്നൻ അറിയപ്പെടുന്നത്. ദൃഷ്ടതയുള്ള, അഹങ്കാരമുള്ള ദൃഷ്ടദ്യുമ്നൻ ഏറ്റവും ശിഷ്ടനായൊരു ഗുരുവിനെ കൊല്ലുവാൻ. എത്ര അഹങ്കാരിയായിട്ടാണ് ഒരു ഗുരുവിനെ കൊല്ലുവാനായിട്ട് ഒരു മനസ്സ് വന്നത്. മറ്റൊരുത്തന്നു തോന്നിയിടുമോ മാനസേ മുറ്റും ഇവനൊഴിഞ്ഞോർക്കിൽ മഹാമതേ. വേറെ ആർക്കെങ്കിലും ഇതേപോലെ ഒരു ഗുരുഖാദിയാകാൻ വേറെ ആർക്കെങ്കിലും, ഇവനല്ലാതെ മറ്റാർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നുമോ മഹാമതേ? അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, എന്താണ് ഈ കാണുന്നതും കേൾക്കുന്നതും? യുദ്ധം എന്ന് പറയുന്നത് എല്ലാത്തിനുമുള്ള ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. അത് സർവനാശം വിതയ്ക്കുന്നതാണ്. ഒരുപക്ഷെ യുദ്ധമുണ്ടാകുമ്പോൾ അതിന് കൂടുതൽ, അതിൻ്റെ ദുരന്തം, അതിൻ്റെ ശക്തി
തീവ്രത അനുഭവിക്കുന്നത് നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ, ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ കണ്ടാൽ നമുക്കറിയാം, നിരന്തരം ഇല്ലേ? അപ്പോൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ യുദ്ധം എന്താണ്? ഒരു തിന്മയാണ്. കലാപങ്ങളും യുദ്ധങ്ങളൊക്കെ ലോകമെമ്പാടും നാശം വിതയ്ക്കുന്നു. യുദ്ധത്തിൽ പങ്കുചേരാത്ത രാജ്യങ്ങളെയും മനുഷ്യരെയൊക്കെ യുദ്ധക്കെടുതികൾ ബാധിക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ അവിടുത്തുകാരല്ല എങ്കിൽ പോലും അതിൻ്റെയൊക്കെ ദുരന്ത ഫലങ്ങൾ, ഭവിഷ്യത്തുകൾ നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും. ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. അംഗഹീനരാകുന്നു, രോഗികളാകുന്നു, പാർപ്പിടങ്ങളും വൈദ്യുതിയോ ഭക്ഷ്യശേഖരമോ എന്ന് വേണ്ട പരിസ്ഥിതിയോ വിദ്യാഭ്യാസമോ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ എല്ലാം താറുമാറാക്കിക്കൊണ്ടാണ് ഒരു യുദ്ധം അവിടെ നാശം വിതയ്ക്കുന്നത്. അപ്പോൾ ദരിദ്രരുടെയും തൊഴിൽ രഹിതരുടെയും എണ്ണം വർദ്ധിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കെടുതികൾ നമ്മൾ വായിച്ചറിഞ്ഞു ഇല്ലേ? പിൽക്കാലത്ത് നിരവധി യുദ്ധങ്ങൾ ലോകമെമ്പാടും ഉണ്ടാക്കിയത് മഹാനാശമാണ്. അതിൽ നിന്ന് ഇതുവരെ ലോകം മുക്തരായിട്ടില്ല. ചോദ്യമാതൃക ഇങ്ങനെയാണ്. ആദ്യത്തേത് ബ്രാക്കറ്റിൽ നിന്നും ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. 4 ചോദ്യങ്ങളുണ്ട്. 4ന് ഉത്തരം എഴുതണം. ആകെ 4 മാർക്ക്. രണ്ടാമത്തെ സെക്ഷൻ ചേരുമ്പടി ചേർക്കുക. ഒരു ചോദ്യമുള്ളൂ. അതിൽ തന്നെ മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ 4 എണ്ണം ഉണ്ടാവും. ആ 4ഉം എഴുതുക. 4 മാർക്ക്. വാക്യനിർമ്മാണം, അതായത് ഒരു വാക്ക് തന്നിട്ട് ഒരു സെൻറ്റൻസ് എഴുതാൻ, അതായത് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അത് വെച്ചിട്ടൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക. ഒരു ചോദ്യം, 1 മാർക്ക്. അത് നിർബന്ധമായിട്ടും എഴുതണം. വാക്യശുദ്ധി വരുത്തുക, അതായത് ഒരു സെൻറ്റൻസ് വരും, ചിലപ്പോൾ അതിനകത്ത് ഒരേപോലെ അർത്ഥം വരുന്ന വാക്കുകൾ ആവർത്തിച്ച് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ നമുക്ക് അനുഭവപ്പെടും. എന്തോ ഒരു ഇവിടെ, അപ്പോൾ അതൊന്ന് റീറൈറ്റ് ചെയ്ത് കറക്റ്റാക്കിയ സെൻറ്റൻസ് എഴുതുക എന്നുള്ളതാണ്. അതിൻ്റെ 1 മാർക്കാണ്. 2 ചോദ്യം ഉണ്ടാവും. 2 ചോദ്യങ്ങളും ഇതിന് ഉത്തരം എഴുതണം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1 മാർക്കിൻ്റെ ആണ്. അതിൽ 5 ചോദ്യങ്ങളുണ്ടാവും. 5 ചോദ്യത്തിന് ഉത്തരം എഴുതണം. 4ഓ 5ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. അതിന് 4 മാർക്കാണ്. 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ഒരെണ്ണം കൂടുതലുണ്ടാവും. 6 ചോദ്യം തരും. 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. അതിന് 4 മാർക്ക് വീതമാണ്. അങ്ങനെ 20 മാർക്കിൻ്റെയാണ് 6ാമത്തെ സെക്ഷൻ. ഇനി 7ാമത്തേത് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഒരു ഹാഫ് പേജ് എഴുതാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു ചോദ്യത്തിന് 5 മാർക്ക്. 5 ചോദ്യം ഉണ്ടാവും. അതിൽ 4 എണ്ണത്തിനും ഉത്തരം എഴുതിയാൽ മതി. 5 × 4 20, 20 മാർക്ക്. ലാസ്റ്റ് വരുന്നത് 1.5 പുറത്തിൽ കവിയാതെ ഉപന്യാസം എഴുതാനാണ്. അതിൽ 8 മാർക്കാണ്. ഒരു ചോദ്യത്തിന് 8 മാർക്കാണ്. ചോദ്യങ്ങൾ 5 എണ്ണം തരും. അതിൽ 3 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ 3 24 മാർക്ക്. ഇതാണ് മാർക്ക് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മാർക്കിംഗ് സ്കീം ഇതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിൽ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അരപ്പേജിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഓവറായിട്ട് നമ്മൾ എഴുതി പോകരുത്. ടൈം മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അരപ്പേജിൽ എഴുതുക എന്ന് പറയുമ്പോൾ അത് എത്ര ചോദ്യങ്ങളുണ്ട്? ആകെ ചോദ്യങ്ങൾ 6. അതിൽ 5 എണ്ണം എഴുതേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എഴുതുന്ന പേജിൻ്റെ ശ്രദ്ധ വയ്ക്കുക. ഓവറായി പോകരുത്, പിന്നെ സമയം കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് എഴുതിയാൽ നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാവാൻ പറ്റും. ഓക്കെ, താങ്ക് യു.